ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8/6/2024 തൊഴിൽ വീതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയായിരുന്നു 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി. 2023 ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക, നാമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. 14 ടീമുകളാണ് 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്നത്. 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ്, ഷാഹിദ് അഫ്രീദി എന്നിവരാണ്. അടുത്ത ചോദ്യം നോക്കാം. മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടത്തണമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെസോട്ടോ. ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി. അടുത്ത ചോദ്യമാണ്. ആൻസർ ഗൃഹജ്യോതി. കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി 10 കിലോ അരി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്നഭാഗ്യ. പ്രതിമാസം തൊഴിൽരഹിതരായ ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് യുവനിധി. ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ബീമ യോജന. അടുത്ത ക്വസ്റ്റ്യൻ. ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് എൻ ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ്? TN ശേഷൻ്റെ ആത്മകഥയാണ്. 2019 നവംബർ 10 TN ശേഷൻ അന്തരിച്ചത്. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു TN ശേഷൻ. മികച്ച സർക്കാർ സേവകർക്കുള്ള മക്സസെ പുരസ്കാരം 1966 ശേഷന് ലഭിച്ചിട്ടുണ്ട്. വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയത് TN ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ്. 1990 ഡിസംബർ 12 മുതൽ 1996 ഡിസംബർ 11 വരെയാണ് ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാറ്റുലി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. പോക്സോ നിയമത്തിലെ ചൈൽഡ് പോണോഗ്രാഫി എന്ന പദത്തിനു പകരം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കെട്ടിക്കിടക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് കൗമാരക്കാരെ തടയാൻ റീച്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച നഗരമാണ് തൃശ്ശൂർ. അടുത്ത ചോദ്യം. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം ജില്ലയിൽ. കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. 2024 ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം രാജാ രവിവർമ്മയുടേതാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രമായിരുന്നു പാഴ്സി ലേഡി. രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങൾ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് വഡോദരയിലെ ലക്ഷ്മി വിലാസ് പാലസിലാണ്. 2023 51.75 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസയാണ്. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ്? മൂവാറ്റുപുഴ. സ്റ്റാർട്ടപ്പ് സംരംഭമായ ജെൻ റോബോട്ടിക്സ് ആണ് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഈ പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. കേരളത്തിലെ പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചിയിലാണ്.
കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് പാലക്കാട്ടാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട്ടെ മാനാഞ്ചിറ സ്ക്വയറാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം? കേരളം. ദേശീയ GST ദിനം ആചരിക്കുന്നത് ജൂലൈ 1-നാണ്. നാഷണൽ കസ്റ്റംസ് ആൻഡ് GST മ്യൂസിയം ധരോഹർ നിലവിൽ വന്നത് ഗോവയിലെ പനാജിയിലാണ്. GSTക്ക് കീഴിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് GST അപ്പലറ്റ് ട്രൈബ്യൂണൽ. GST അപ്പലറ്റ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് റിട്ടയേർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ്. എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് കേരളത്തിലെ GST ട്രൈബ്യൂണലുകൾ. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയം? കക്രപാർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിലാണ്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചഷ്മ 5. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഉക്രൈനിലെ സ്പെറീഷ്യ ആണവ നിലയം. താങ്ക് യു.